ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രഭാത് ജി രചിച്ച ഘർ എന്നുള്ള കഹാനിയാണ് കേട്ടോ, സ്റ്റോറിയാണ്. കലി ജോ ഖിൽത്തി നഹി ആജ് ഖിലി ഖിലി സി ഥി. അപ്പോൾ സാധാരണയിൽ കലി എന്ന് പറയുന്നത് നമ്മൾ പൂമൊട്ടിനെയാണ്, പക്ഷെ ഈ ഒരു കഥയില് കലി എന്ന് പറയുന്നത് ചിപ്കലീനെയാണ്. ചിപ്കലി എന്ന് വെച്ചാൽ പല്ലി. അപ്പൊ നിങ്ങൾക്ക് ആ ഘർന്ന് എഴുതിയതിന്റെ മുകളിൽ ഒരു പല്ലിയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോ കലി ജോ ഖിൽത്തി നഹി, അതായത് ഈ ചിപ്കലി, ഈ പല്ലി സാധാരണ അങ്ങനെ സന്തോഷിച്ച് നടക്കുന്ന ഒരാളല്ല. പക്ഷെ ആജ്, ഇന്ന്, ഖിലി ഖിലി സി ഥി, ഇന്ന് ഇങ്ങനെ സന്തോഷത്തോടെയാണ് വന്നിരുന്നത്. ഖിലി ഖിലി സി എന്ന് വെച്ചാൽ സന്തോഷത്തോടെ, പുഞ്ചിരിച്ചുകൊണ്ട് എന്നൊക്കെ പറയാം. ഗിർഗിട്ട് നെ ഉസെ സടക് പാർ കർ ആത്തെ ദേഖാ തോ മുസ്കുരായ. ഹലോ, ഗിർഗിട്ട് എന്ന് വെച്ചാൽ ഓന്ത്. ഓന്ത് കണ്ടു ഈ പല്ലി സടക് പാർ കർ എന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. അത് കണ്ടപ്പോ ഈ ഗിർഗിട്ട്, അതായത് ഓന്ത് എന്ത് ചെയ്തു, ഈ പല്ലിനെ നോക്കി ചിരിച്ചിട്ട് ഹലോ എന്ന് പറഞ്ഞു. ഹലോ ചിപ്കലിനെ കഹ. ചിപ്കലി തിരിച്ചും ഹലോ പറയാണ്. തും യഹാ ഗിർഗിട്ട് കാ ഗല ഫൂൽ കർ പിച്ക. അങ്ങനെ ഈ ഗിർഗിട്ട് ആണെങ്കിൽ നീ ഇവിടെയോ എന്ന് ചോദിച്ചിട്ട്, തും യഹാ, നീ എന്താ ഇവിടെ എന്നുള്ള രീതിക്ക് ചോദിച്ചിട്ട് ഈ ഗിർഗിട്ടിന്റെ, ഓന്തിന്റെ കഴുത്തിന്റെ ഭാഗം, തൊണ്ടയുടെ ഭാഗം ഇങ്ങനെ വീർത്തു, എന്നിട്ട് പിന്നെയും ചുരുങ്ങി. ഫൂൽക്കർ പിച്ക എന്ന് വെച്ചാൽ വീർത്തിട്ട് അത് ചുങ്ങിപ്പോയി. തും യഹാ സെ ക്യാ മത്ലബ് ഹെ തുമ്ഹാര. ചിപ്കലി ബോലി, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുകയാണ്. മത്ലബ് തുമ്ഹാര വെച്ചാല് എന്ത് ഉദ്ദേശത്തിലാണ് നീ അങ്ങനെ ചോദിച്ചത് എന്ന് ഈ പല്ലി ചോദിക്കുക. അപ്പോ ഗിർഗിട്ട് എന്താണ് പറഞ്ഞത്? ദീവാർ പർ രഹനെ വാലി കോ സടക് പർ ദേഖ്കർ ഇത്നാ തോ പൂछा ही जा सकता है. गिरगिट ने रंग बदलते हुए कहा. ഗിർഗിട്ട് നെ റംഗ് ബദൽത്തെ ഹുവെ കഹ, ചില കളർ മാറ്റിക്കൊണ്ട്, ഓന്ത് നിറം മാറണതല്ലേ, അപ്പം നിറം മാറ്റിക്കൊണ്ട് ഈ ഓന്ത് ഇങ്ങനെ പറയാണ്, ദീവാർ പർ രഹനെ വാലി, അതായത് ചുമരില് ജീവിക്കുന്ന, ദീവാർ എന്ന് പറഞ്ഞാൽ ചുമരില് ജീവിക്കുന്ന ഈ പല്ലിയെ സടക് പർ ദേക്കർ, റോഡിൽ വെച്ച് കണ്ടാല് എന്താ നീ ഇവിടെ എന്ന് ചോദിച്ചതിൽ എന്താണ് തെറ്റെന്ന്. സാധാരണ എപ്പോഴും ചുമരിലല്ലേ ഓടിക്കളിക്കുക. ഇപ്പൊ റോഡിൽ കണ്ടപ്പോ സാധാരണ കാണാത്തൊരു സ്ഥലത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആരായാലും അങ്ങനെ ചോദിച്ചു പോവില്ലേ എന്നാണ് ഓന്ത് നിറം മാറ്റിക്കൊണ്ട് പല്ലിയോട് പറയുന്നത്. മേ ആജ് ഘർ ബദൽ രഹി ഹൂ, ചിപ്കലിനെ മുസ്കുരാത്തെ ഹുവേ കഹ. അപ്പൊ ഈ പല്ലി പറയാണ്, ഞാൻ ഇന്ന് ഘർ ബദൽ രഹി ഹൂ, എന്താണ്, വീട് മാറുകയാണ്. തും ശ്രീമാൻ ഫർഹാദ് കോ തോ ജറൂർ ജാൻതെ ഹോങ്കെ. നിനക്ക് ശ്രീമാൻ ഫർഹാദിനെ എന്തായാലും അറിയുമല്ലോ എന്ന്. ജറൂർ ജാൻതെ ഹോങ്കെ എന്ന് വെച്ചാല് എന്തായാലും അറിയുന്നുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, ശ്രീമാൻ ഫർഹാദ് എന്നുള്ളത്. हाँ हाँ, पहले जब भी हम मिले हैं तुमने उसका जिक्र किया है, क्या हुआ उन्हें. गिरगिट ने गिरगिटी आवाज में कहा. ഗിർഗിട്ടി ആവാസ് എന്ന് വെച്ചാൽ ഓന്തിന്റെ ശബ്ദത്തിൽ നിന്നാണ്. അങ്ങനെ ഓന്ത് അതിന്റെ ശബ്ദത്തിൽ ഇങ്ങനെ പറയാണ്, ആ മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ശ്രീമാൻ ഫർഹാദിനെ കുറിച്ചിട്ട്. സിക്ർ കർണാന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യുക, പരാമർശിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പല്ലി ഓന്ത് മുമ്പും മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോ ഏത് വീട്ടിലാണോ പല്ലി താമസിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത്ര ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഹുവാ കുച്ച് നഹി ബുദ്ധു, വേ ജിസ് കിറായെ കെ കമറേ മേ രഹത്തെ ഥേ അബ് നഹി രഹത്തെ. എടാ പ്രത്യേകിച്ച് ഒന്നുമില്ല മണ്ട എന്ന് പറയാണ്. ആ അദ്ദേഹം, ഈ ഫർഹാദ് എന്ന് പറഞ്ഞ വ്യക്തി ഏത് വാടക റൂമിലാണോ താമസിച്ചിരുന്നത്, കിറായിക്ക് കമറ എന്ന് വെച്ചാൽ വാടക കൊടുത്ത് താമസിക്കുന്ന റൂം, അബ് നഹി രഹത്തെ, അവിടെ താമസിക്കുന്നില്ല. ഉനോനെ അപ്നാ നയാ ഘർ ബനാ ലിയാ ഹെ, അവര് അവരുടെ പുതിയതായിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കി, സ്വന്തം വീട് ഉണ്ടാക്കി എന്ന് ചിപ്കലിനെ കഹ, പല്ലി പറയാണ്. തോ തുമേ ഇസ്സേ ക്യാ, ഗിർഗിട്ട് ഗിർഗിട്ടായ, അതിനിപ്പോ നിനക്കെന്താ എന്ന് ചോദിച്ചിട്ട് ഗിർഗിട്ടിന്റെ സൗണ്ടിൽ സംസാരിക്കുകയാണ്. മേരാ ജീന ദൂബർ हो गया है और तुम कह रहे हो तुम्हें इससे क्या, तुम कभी रहे होते उनके साथ उस किराए के कमरे में तो कुछ समझ पाते. അപ്പോ പിന്നെ ചിപ്കലി എന്താ പറയുന്നത്, മേരാ ജീന ദൂബർ ഹോ ഗയാ ഹെ, എനിക്കാണെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ദൂബർ എന്ന് വെച്ചാൽ അസഹ്യമായിട്ടുള്ള അവസ്ഥ. ഓർ തും കെഹ രഹേ ഹോ തുംഹേ ഇസ്സേ ക്യാ, എന്നിട്ട് നീ ചോദിക്കുന്നത് അവര് വീട് മാറിയത് നിനക്ക് എന്താ പ്രശ്നം എന്നാണ്. തും കബി രഹേ ഹോത്തെ ഉൻകെ സാത്ത് ഉസ് കിരായെ കെ കമറേ മേ തോ കുച്ച് സമജ് പാത്തെ, നീയാണ് അവരുടെ കൂടെ താമസിച്ചിരുന്നത് ആ വാടക റൂമിൽ എന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലായേനെ. സമജ് പാത്തെ, മനസ്സിലായേനെ. കിത്തനെ സലീക്കെ സെ രഹത്തെ ഥേ ഹം,
സലീക്ക എന്ന് വെച്ചാൽ അന്തസ്. ഞങ്ങൾ എത്ര അന്തസ്സോടെയാണ് ആ റൂമിൽ താമസിച്ചിരുന്നത് എന്ന് നിനക്കറിയോ? ഉൻകെ പാസ് കിതാബോ കി ബഡി ബഡി അൽമാരിയാ ഥി. അവരുടെ കയ്യിലാണെങ്കിൽ ആ റൂമിൽ, ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, ബുക്സിന്റെ ഒരു വലിയ ഷെൽഫ് തന്നെ ഉണ്ടായിരുന്നു. ഒന്നല്ല, ഒന്ന് കൂടുതൽ ഷെൽഫ്സ്, അലമാരികൾ ഉണ്ടായിരുന്നു. വേ കിതാബോ കെ ആകെ രഹത്തെ ഥേ, മേ കിതാബോ കെ പീछे. അവർ ഈ ബുക്സിന്റെ മുൻപിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ഞാനാണെങ്കിൽ അതിന്റെ പിന്നിലായിട്ടും. ആകെ എന്ന് പറഞ്ഞാൽ മുൻപില്, പീछे പറഞ്ഞ പിന്നില്. മേ കിത്തനി ഹി ബാർ ഉൻസെ കപ്പടോ കി ഗലി മേ മിലി. ഞാന് എത്രയോ പ്രാവശ്യം അവരെ ഡ്രസ്സുകളുടെ ഇടയിൽ നിന്നും കണ്ടുമുട്ടിയിട്ടുണ്ട്. ബർത്തനോ കി ഗലി മേ മിലി. പാത്രങ്ങളുടെ ഇടയിൽ നിന്നും എന്നെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദറാസ് മാർക്കറ്റ് മേ മിലി. വലിയ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഡസ്റ്റ്ബിൻ മേ മിലി. ഡസ്റ്റ്ബിനിലും അവരെന്നെ കണ്ടിട്ടുണ്ട്. ഝാഡു കെ നീച്ചെ മിലി. ചൂലിന്റെ അടിയിൽ, ഝാഡു വെച്ചാൽ എന്താണ്, ചൂല്, ചൂലിന്റെ അടിയിലും അവരെന്നെ കണ്ടിട്ടുണ്ട്. ഹമേഷ മുസ്കുറായി. അവരെപ്പോഴും എന്നെ നോക്കി മുസ്കുറാന വെച്ചാൽ പുഞ്ചിരിക്കുകയാണ് ചെയ്യാറുള്ളത്. മേരാ तजुर्बा कहता है कि छिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है. എന്റെ തജുർബ എന്ന് വെച്ചാൽ എന്റെ അനുഭവം, എന്റെ എക്സ്പീരിയൻസ് പറയുന്നത്. എന്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായത് छिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है. അതായത് പല്ലീനെ കാണുമ്പോൾ ചൂലെടുത്തിട്ട് അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിലല്ല അവര് എന്നാണ് എന്റെ അനുഭവം പറയുന്നത്. അതായത് പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഈ പല്ലീനെ ആ വീട്ടിലെ ആളുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരൊരിക്കലും അതിനെ ഓടിക്കാനോ അതിനെ ഉപദ്രവിക്കാനോ ശ്രമിക്കാറില്ല എന്നാണ് ഈ പല്ലി പറയുന്നത്. ഹോത്തെ ഹെ കുച്ച് ലോഗ് ഗിർഗിറ്റ് നെ ഉബാസി ലേത്തെ ഹുയെ കഹ. അങ്ങനെ ഈ ഓന്താണെങ്കിൽ ഇങ്ങനെ ഉബാസിയിൽ എന്താ വെച്ചാൽ കോട്ടുവായ ഇട്ടുകൊണ്ട് പറയാണ്, ആ ശരിയാണ്, അങ്ങനെയൊക്കെ കുറച്ച് ആളുകൾ ഉണ്ട് എന്ന്. ഉൻസെ പെഹലെ മേ ശ്രീമതി ശാന്തി ദാസ് കെ സാത്ത് കുച്ച് ദിൻ രഹി ഥി. അപ്പോ ഈ പല്ലി പറയാണ്, ഇപ്പൊ താമസിച്ചുകൊണ്ടിരുന്ന ഈ ഫർഹാദ് എന്ന് പറഞ്ഞ വ്യക്തിന്റെ വീട്ടിൽ താമസിക്കുന്നതിന് മുൻപ് ഈ പല്ലി ശ്രീമതി ശാന്തി ദാസിന്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ട്. പൂരി അശാന്തി ദാസ് ഥിവേ. അതായത് പേര് ശാന്തിദാസ് എന്നാണെങ്കിലും അവിടുത്തെ അവസ്ഥ വളരെ അശാന്തി നിറഞ്ഞതാണ്. മുജെ ദേഖ്തേ ഹി ചില്ലാത്തി ഥി ഉയ്. അപ്പൊ ഈ ശാന്തിദാസ് എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, ഈ പല്ലീനെ കാണുമ്പോഴേ ഉയ് എന്ന് പറഞ്ഞിട്ട് ചില്ലാന അലറി വിളിക്കുക. അലറി വിളിച്ചിട്ട് ഓടിപ്പോവും. ഗിഗ്ഗി ബന്ദ് ജാത്തി ഥി ഉൻകി. ചില സമയത്താണെങ്കിൽ ഒരു അക്ഷരം പോലും പറയാനും പറ്റില്ല, അങ്ങനെ മിണ്ടാതെ നിൽക്കുക. അതായത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറും. അതിനെയാണ് ഗിഗ്ഗി ബന്ദ് ജാന എന്ന് പറയാ. കെഹത്തി തീ സുശാന്തോ ജൽദി ആവോ ഇസെ ഭഗാവോ. അവര് പറയും, സുശാന്തോ വേഗം വരൂ, എന്നിട്ട് ഇതിനെ ഓടിക്കൂ എന്ന്. ഭഗാന എന്ന് വെച്ചാൽ ഓടിക്കുക. മേ ഉൻകെ സാത്ത് എക് സപ്താഹ് നഹി ടിക് സക്കി. എനിക്ക് അവരുടെ വീട്ടില് ഒരു സപ്താഹം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലും ടിക് സക്നാന്ന് വെച്ചാൽ അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല, സ്റ്റേ ചെയ്യാനായിട്ട് പറ്റിയില്ല. पर कहते हैं ना जो वास्तव में भला होता है उसे भले लोग जरूर मिलते हैं. പക്ഷെ പറയപ്പെടുന്നത് എന്താണ്, വാസ്തവത്തില് നല്ല ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ കാലക്രമേണ കുറച്ചു കാലം കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ നല്ല വ്യക്തികളെ കണ്ടുമുട്ടുന്ന പണ്ടുള്ള ആളുകൾ പറയാറില്ലേ എന്നിങ്ങനെ പല്ലി പറയാണ്. ഫൽസ്വരൂപ് മേരി ജിന്ദഗി മേ ശ്രീമാൻ ഫർഹാദ് ആഹി ഗയെ. എന്നിട്ട് പറയാണ്, അങ്ങനെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ ശ്രീമാൻ ഫർഹാദ് അങ്ങോട്ട് വന്നു. कहते हुए छिपकली के चेहरे पर वैसे ही असीम शांति थी जैसी संगमरमर की मूर्तियों में होती है. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് छिपकलिയുടെ ചെഹരെ पर മുഖത്ത് वैसे ही असीम शांति थी जैसी संगमरमर की मूर्तियों में होती है. സംഗമർമർ എന്ന് വെച്ചാൽ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മൂർത്തികളുടെ മുഖത്ത് എപ്രകാരമുള്ള ഒരു ശാന്തിയും സമാധാനവും ഒക്കെയാണോ കാണുന്നത്, അതുപോലത്തെ ഒരു എക്സ്പ്രഷനാണ് ഈ ഒരു വാക്യം പറഞ്ഞ സമയത്ത് ആ छिपकलिയുടെ മുഖത്തും കാണാനായിട്ട് കഴിഞ്ഞത്. ഓ ചിപ്പു, मैं तुम्हारा दर्द समझ सकता हूँ. कितनी दफा मैं खुद ऐसे अनुभव से गुजरा हूँ, गिरगिट ने कहा. അപ്പൊ ഇത്രയും നേരം അധികം ഒന്നും സംസാരിക്കാണ്ടിരുന്ന ഓന്ത് പറയാണ്, ഓ ചിപ്പു, നീ പറഞ്ഞ ആ ഒരു വേദന എന്താണ്, നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനയുടെ ഇന്റൻസിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സമജ് സക്താ ഹൂം, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കിത്തനി ദഫ, എത്രയോ പ്രാവശ്യം. मैं खुद ऐसे अनुभव से गुजरा हूँ, ഞാൻ എത്രയോ പ്രാവശ്യം ഇത്തരം അനുഭവത്തിലൂടെ ഗുസ്രാ ഹൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടന്നു പോയിട്ടുണ്ട്. गिरगिट ने कहा, ഓന്ത് പറഞ്ഞു. सो अब मेरा इरादा श्रीमान फरहाद के घर में ही बचा खुचा जीवन गुजारने का है. छिपकली ने एक ही वाक्य में बातचीत समाप्त करते हुए कहा. അങ്ങനെ ഈ छिपकली പറയാണ്, സോ ഇനിയിപ്പോ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേര ഇറാദ, എന്റെ ഉദ്ദേശം, എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്
പറയുന്നത് ശ്രീമാൻ ഫർഹാദ് കെ ഘർ മേ, ശ്രീമാൻ ഫർഹാദിന്റെ വീട്ടില് ബച്ചാ ഖുച്ചാ ജീവൻ ഗുസാർനെ കാ ഹെ, അതായത് ഇനി എന്റെ ജീവിതത്തിൽ എത്ര കാലാണോ ബാക്കിയുള്ളത്, കുറച്ച് ജീവിതം കൂടിയേ ബാക്കിയുള്ളൂ, ആ ബാക്കിയുള്ള ജീവിതം ഈ ശ്രീമാൻ ഫർഹാദിന്റെ വീട്ടിൽ എന്നെ ചിലവഴിക്കണം എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം എന്നാണ് ചിപ്കലി പറയുന്നത്. ഗുസാർന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവഴിക്കുക. അങ്ങനെ ഒറ്റ വാക്യത്തില് ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്തുകൊണ്ട് ഈ ചിപ്കലി പല്ലി പറയാണ്. ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, വാർത്താലാപ്, ബാത്ചീത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെർസേഷൻ തന്നെയാണ് അർത്ഥം കേട്ടോ. ആ ഒരു സംസാരം അവിടെ നിർത്തുകയാണ് ഒറ്റ വാക്കില്. വിചാർ അച്ഛാ ഹെ ഗിർഗിട്ട് നെ ബോല, ആ നീ ചിന്തിക്കുന്നത് എന്തായാലും ശരിയാണ്, അത് നല്ലൊരു ചിന്തയാണ് എന്ന് ഗിർഗിട്ട് പറയാണ്. അച്ഛാ ഹെന വക്ത് മിലേ തോ ആനാ കബി കഹത്തെ ഹുയെ ചിപ്കലി ആകെ ബഡ് ഗയി. അപ്പൊ അങ്ങനെ ചിപ്കലി പറയാ, ശരിയല്ലേ, ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിയല്ലേ, അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരൂ എന്ന് പറയാണ്. എന്നിട്ട് മുന്നോട്ട് പോവാണ്. ആകെ ബഡ്ജാനാന്ന് വെച്ചാൽ മുന്നോട്ട് പോവുക. വക്ത് മിലേത്തോ സമയം കിട്ടുവാണെങ്കിൽ. ഓക്കെ, ജറൂർ ജറൂർ മുझे तुमसे मिलने आना अच्छा ही लगेगा, हाथ हिलाते हुए गिरगिट छिपकली को जाते देखता रहा. അങ്ങനെ ജറൂർ ജറൂർ ഉറപ്പായിട്ടും മുझे तुमसे मिलने आना अच्छा ही लगेगा, നിന്നെ കാണാൻ വരിക എന്നുള്ളത് എനിക്ക് എന്തായാലും സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ. ഹാത്ത് ഹിലാത്തെ ഹുയെ ഗിർഗിറ്റ് ചിപ്കലി കോ ജാത്തെ ദേഖ്താ രഹ, അങ്ങനെ കയ്യ് ആട്ടിക്കൂടെ, അതായത് ബായ് പറയുന്ന പോലെ കാണിച്ചിട്ട് ഈ ഗിർഗിറ്റ് ഓന്ത് ചിപ്കലി നടന്നു പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ദേഖ്താ രഹ എന്ന് വെച്ചാൽ നോക്കിക്കൊണ്ടേയിരുന്നു. ചിപ്കലി नीम सराय के मकान नंबर 205 के गेट पर पहुंची, दीवार पर चढ़ी. അങ്ങനെ ചിപ്കലി ഈ ഫർഹാദ് താമസിക്കുന്ന വീടിന്റെ നമ്പർ നീം സറായ് കെ മക്കാൻ നമ്പർ 205ന്റെ ഗേറ്റിലെത്തി. എന്നിട്ട് അവിടുത്തെ ആ ചുമരിൽ കയറി. സുനോ, चिपकली ने चारों ओर नजर घुमाकर देखा कि आवाज किधर से आई, अरे और ऊपर इधर कोने में. അപ്പോ സുനോ എന്ന് പറയുന്നത് കേട്ടു ചിപ്കലി. അങ്ങനെ ചിപ്കലി നാല് വശത്തും നോക്കുകയാണ്. നസർ ഘുമാക്കർ ദേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണോടിച്ചു ഇങ്ങനെ നോക്കുകയാണ്. ആവാസ് കിധർ സെ ആയി, ആ ശബ്ദം എവിടെ നിന്നാണ് വന്നത്. അരെ ഓർ ഊപ്പർ ഇധർ കോനേമേ, കുറച്ചും കൂടി മുകളില്. ഈ കോനേമേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോർണറില്, ഈ മൂലയില്. ചിപ്കലിനെ കോനേമേ ദേഖ്തെ ഹുए कहा, मैं तो सोचती थी नए घर में मैं ही सबसे पहले पहुंच रही हूँ, तुम कब पहुंची. അങ്ങനെ ഈ ഒരു പല്ലി എന്താണ് ചെയ്യുന്നത്, ആ വീടിന്റെ ഒരു മൂലയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, मैं तो सोचती थी नए घर में मैं ही सबसे पहले पहुंच रही हूँ, ഞാൻ വിചാരിച്ചിരുന്നത് എന്താണ്, പുതിയ വീട്ടിൽ ആദ്യമായിട്ട് ഞാനാണ് വരുന്നത് എന്നാണ്. തും കബ് പहुंची, നീ എപ്പോഴാ വന്നത് എന്ന് ചോദിക്കാം. मैंने कल ही शिफ्ट किया है, ഞാൻ ഇന്നലെ എന്നെ ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയാണ്. മക്കടീനെ കഹ, ആരാണ്, സ്പൈഡർ. മക്കടി എന്ന് പറഞ്ഞാൽ എട്ടുകാലി ഇല്ലേ, ചിലന്തി, അതാണ് പറയുന്നത്. തോ ഓർ കോൺ കോൺ ഹേ യഹാ, ചിപ്കലിനെ പൂച്ച. അപ്പോ ഇനി ഇവിടെ വേറെ ആരൊക്കെയാണ് ഉള്ളത് എന്ന് ഈ സ്പൈഡറിന്റെ അടുത്ത് ഈ പല്ലി ചോദിക്കുകയാണ്. ചിപ്കലി ചോദിക്കുകയാണ്. 10-15 മഖിയാ और 100 के आसपास मच्छर मकड़ी ने बताया. അപ്പൊ പറയാണ് 10-15 മക്കി എന്ന് വെച്ചാൽ ഈച്ചകളും പിന്നെ ഒരു 100ന്റെ അടുത്തൊക്കെ കുറച്ച് കൊതുകുകൾ, ഏതാണ്ട് ഒരു 100 കൊതുകൊക്കെ അവിടെ ഉണ്ടാവും. മച്ചർ കൊതുക്, മക്കി ഈച്ച. മക്കടീനെ ബത്തായ, ആ ചിലന്തി പറയാണ്. ഹായ് ചിപ്കലിനെ മക്കി മച്ചറോ കി ഓർ ഹാത്ത് ഹിലാത്തെ ഹുയെ കഹ. അപ്പൊ അവരോടൊക്കെ ഹായ് എന്ന് പറയാണ് ചിപ്കലി. ഹാ ഹൂ ഹി ഹി മക്കി മച്ചറോ നെ കുച്ച് ഗബ്രായി സി ഹസി ഹസ്തെ ഹുയെ ജവാബ് ദിയ. അപ്പോ ഈ മക്കിയും അതുപോലെ തന്നെ മച്ചറൊക്കെ ഹാ ഹാ ഹൂ ഹി എന്നൊക്കെ പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് എന്താണ്, കുച്ച് ഗബ്രായി സി ഹസി ഹസ്തെ ഹുയെ ജവാബ് ദിയ, കുറച്ചിങ്ങനെ പേടിച്ചിട്ട് ഇതിനെ നോക്കി ചിരിക്കണ്ടേ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒരു മറുപടി കൊടുത്തു. ഘബ്രായി സി എന്ന് വെച്ചാൽ പരിഭ്രമിച്ചിട്ട്, ഹസ്തെ ഹുയെ ചിരിച്ചുകൊണ്ട്, ജവാബ് ദിയ റിപ്ലൈ കൊടുത്തു, റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ്. और वही मुहावरा दोहराया जो इंसानों में खासा प्रचलित है, हम जहाँ जाना चाहते हैं हमारी बदकिस्मती हमसे पहले वहां पहुंच जाती है. എന്നിട്ട് പിന്നെ അവര് മുഹാവ്ര എന്ന് പറഞ്ഞാൽ ഈ പഴഞ്ചൊല്ല് ദൊഹറായ റിപ്പീറ്റ് ചെയ്തു. എന്താണെന്നറിയോ, ജോ ഇൻസാനോ മേ ഖാസ പ്രചലിത് ഹെ, മനുഷ്യരുടെ ഇടയിൽ ഒരുപാട് പ്രചരിച്ചിട്ടുള്ള ആ ഒരു മുഹാവ്ര, ഒരു പഴഞ്ചൊല്ല് ഇവര് റിപ്പീറ്റ് ചെയ്യാണ്. ആര്, ഈ മക്കി മച്ചറൊക്കെ. ഹം ജഹാ ജാനാ ചാത്തെ ഹെ, നമ്മള് എവിടേക്കാണോ പോവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹമാരി ബദ് കിസ്മത്തി ഹംസെ പെഹലെ വഹാ പहुंच जाती है, നമ്മുടെ ബദ് കിസ്മത്തി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭാഗ്യക്കേട് എന്ന് പറയില്ലേ, നമ്മുടെ ഭാഗ്യക്കേട് അവിടെ ആദ്യം എത്തും എന്നുള്ളത്. ചിപ്കലി ने जाने कैसे सुन लिया, मच्छरों को सुनाते हुए मकड़ी से कहने लगी, कुछ लोग खुद तो लोगों का खून ही पिए और दूसरों से चाहे कि वे शाकाहारी रहे, वारे जमाने. അതായത് ഈ ചിപ്കലിനെ
ജാനെ कैसे सुन लिया എന്ന് വെച്ചാല് ഈ ചിപ്കലി എങ്ങനെയാണാവോ ഈ മഖി പറഞ്ഞത് കേട്ടത്, അതായത് ഈ മഖിയല്ല സോറി മച്ചർ പറഞ്ഞത് കേട്ടത്, ഈ കൊതുകുകൾ പറഞ്ഞത് ചിപ്കലി എങ്ങനെയോ കേട്ടു. അത് പതുക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ അത് കേട്ടു ചിപ്കലി. എന്നിട്ട് ചിപ്കലി അതിന് മറുപടി ആയിട്ട് പറയാണ്, മച്ചറോ കോ സുനാത്തെ ഹുയെ മക്കടി സേ കഹനെ ലഗി. ഈ കൊതുകുകളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കടിയോട് ചിലന്തിയോട് പറയാനായിട്ട് തുടങ്ങി. കുച്ച് ലോഗ് ഖുദ് തോ ലോഗോं का खून ही पिए और दूसरों से चाहे कि वे शाकाहारी रहे വാരേ ജമാനെ. എന്നിട്ട് പറയാണ്, കുറച്ച് ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ചോര കുടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഖൂൻ പീനാന്ന് വെച്ചാൽ ചോര കുടിക്കുക, മറ്റുള്ളവരുടെ ചോര കുടിക്കുകയും ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ദൂസറോ സേ ചാഹെ എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവര് ശാകാഹാരി അതായത് വെജിറ്റേറിയൻ ആയിട്ട് ജീവിക്കണം എന്നാണ്. വാരേ ജമാനെ, എന്തൊരു കാലഘട്ടമാണ് ഇതെന്ന് പറയാണ്. അപ്പൊ കൊതുകുകളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നയേ मकान की नई सफेद झक दीवार में पुताई की पपड़ी में से सिर निकालते हुए काली चीटी ने कहा. ഈ പുതിയ വെളുത്ത ആ ഒരു ചുമരിന്റെ പെയിന്റിന്റെ പിൻഭാഗത്തുനിന്ന് ഇങ്ങനെ പെയിന്റ് ഇളകി നിൽക്കുമല്ലോ, അതിന്റെ പിൻഭാഗത്തുനിന്ന് ഒരു കറുത്ത ഉറുമ്പ് സർ നിക്കാൽത്തെ ഹുയെ പുറത്തേക്ക് ഇങ്ങനെ തല എത്തിച്ചിട്ട് ഇങ്ങനെ പറയാണ്, ആപ് ലോഗ് ഇത്നി തേസ് ആവാസ് മേ ബാത് കർ രഹേ ഹോ കി മേരെ ബच्चे സോനെ കെ ബജായ് കർവട്ട് ബദൽ രഹേ ഹെ. എന്നിട്ട് പറയാണ്, നിങ്ങളുണ്ടല്ലോ തേസ് ആവാസ് മേ എന്ന് വെച്ചാൽ ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് എന്റെ കുട്ടികള് ഉറങ്ങുന്നതിന് പകരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുകയാണ്, അതായത് അവർക്ക് ഉറങ്ങാനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെന്ന് ഈ ഉറുമ്പ് പറയാണ്. ബജായ് എന്ന് പറഞ്ഞാൽ പകരം, കർവട്ട് ബദൽന എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കുക. ഓ മാഫ് കർണ, छिपकली ने मकड़ी की तरफ सवालिया आंखों से देखते हुए कहा. ഓ സോറി എന്നിങ്ങനെ ചിപ്കലി പറയാണ്. അതും ചിലന്തീനെ ഇങ്ങനെ ഒരു ഈ ചിപ്കലിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് പോലെ, മക്കടിയോട് ഒരു ചോദ്യം ചോദിക്കണം പോലെ, ഇതിന് ഇത്ര നേരം കണ്ടില്ലല്ലോ എന്നുള്ളൊരു മട്ടിലാണ് ഈ ചിപ്കലി മക്കടീനെ നോക്കുന്നത്. പതാ നഹീ കബ് സെ രഹ രഹി ഹൈ मैं भी पहली बार ही देख रही हूँ, മക്കടി ने ഫുസ്ഫുസാത്തെ ഹുയെ കഹ. അങ്ങനെ ചിലന്തി പറയാണ്, എനിക്ക് അറിയില്ല എന്ന് മുതലാണ് ഇവിടെ താമസിക്കുന്നത് എന്ന്, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. പെഹലി ബാർ ദേഖ്ന ആദ്യമായിട്ടാണ് കാണുന്നത്. മക്കടി ने ഫുസ്ഫുസാത്തെ ഹുയെ കഹ. ഫുസ്ഫുസാന്ന് വെച്ചാൽ അങ്ങനെ ചെറിയ ശബ്ദത്തിൽ പറയാം, പതുക്കെ അങ്ങനെ പറയാ, എനിക്ക് അറിയില്ല എന്ന് മുതൽ ഇവിടെ താമസിക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. चाय तैयार है और मैं पड़ोसी होने के नाते पहली मुलाकात के मौके पर आप दोनों को एक साथ बुला रही हूँ, തത്തയ്യ बोली. തത്തയ്യ എന്ന് വെച്ചാൽ കടന്നല്. അപ്പൊ കടന്നല് വന്നിട്ട് പറയാണ്, ചായ് തയ്യാർ ഹെ, ചായ ഒക്കെ റെഡിയാണ്. ഓർ മേ പടോസി ഹോനെ കെ നാത്തെ, ഞാൻ നിങ്ങളുടെ അയൽക്കാരി എന്ന രീതിയില് എന്ന നിലയില്, പെഹലി മുലാഖാത്ത് കെ മൗക്കെ പർ, ഇന്ന് നമ്മളുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് എന്നുള്ളത് കൺസിഡർ ചെയ്തുകൊണ്ട്, ആപ് ദോനോ കോ ഏക് സാത്ത് ബുലാ രഹി ഹൂ, നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് ഞാൻ ക്ഷണിക്കുകയാണ് എന്ന് പറയാണ്. മക്കടി ഓർ ചിപ്കലി കോ ഖിഡ്കി കെ പർദേ കെ പീछे തത്തയ്യ കെ യഹാ ആകർ അച്ഛാ ഹി ലഗാ. അങ്ങനെ മക്കടി ഈ ചിലന്തിയും ചിപ്കലിയും കൂടിയിട്ട് ഈ വിൻഡോന്റെ പർദ കർട്ടന്റെ പിന്നിലാണ് ഈ പറയുന്ന ഈ തത്തയ്യയുടെ കൂടുണ്ടായിരുന്നത്, കടന്നലിന്റെ കൂടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷം തന്നെയാണ് ആയത്. അപ്പോൾ ഈ കേട്ടന്റെ പിന്നിൽ കടന്നൽ കൂട്ടിയിട്ടുണ്ട്, അവിടേക്ക് ഇവരെ ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർ കോൺ കോൺ ഹെ യഹാ, പിന്നെ വേറെ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് ചിപ്കലി. ജ്യാദാതർ സെ തും മിൽ ഹി ചുക്കി ഹോ, ഇൻകെ അലാവ ഏക് തോ ചൂഹ ഹെ ലേക്കിൻ വോ പൂരെ സമയം നെഹി രഹത്താ ഹെ. അപ്പൊ മക്കടി പറയാണ്, ജ്യാദാതർ സെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുവിധ എല്ലാവരെയും നീ കണ്ടു കഴിഞ്ഞു. മിൽ ചുക്കി ഹോ എന്ന് വെച്ചാല് മറ്റുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇൻകെ അലാവ, ഇവര് കൂടാതെ പിന്നെ ഇവിടെ ഒരു ചൂഹ, ഒരു എലി താമസിക്കുന്നുണ്ട്. ലേക്കിൻ വോ പൂരെ സമയം നെഹി രഹത്താ ഹെ, ഇവിടെ എപ്പോഴും താമസിക്കില്ല എലി. ആത്താ ജാത്താ രഹത്താ ഹെ, വരെയും പോവുകയും ചെയ്യാണ് ചെയ്യുക. കബി കബി ഏക് ദോ യാ തീൻ ദിൻ കെ ലിയെ ഗായബ് ബി ഹോ ജാത്താ ഹെ, ചില സമയത്തൊക്കെ ഒരു ദിവസം 2 ദിവസം 3 ദിവസത്തേക്കൊക്കെ ഗായബ് ഹോ ജാനാന്ന് വെച്ചാൽ അപ്രത്യക്ഷനാവും, പിന്നെ ഇങ്ങോട്ട് വരികയില്ല. ക്യാ കാം കർത്താ ഹെ വ, സുനാ ഹെ പത്രക്കാർ ഹെ. അപ്പം ഈ ചിപ്കലി ചോദിക്കുകയാണ്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരില്ല എന്നുണ്ടെങ്കിൽ എന്ത് ജോലിയാണ് ഈ ചൂഹ ചെയ്യുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ മക്കടി പറയും, പത്രക്കാരാണ്, ഒരു റിപ്പോർട്ടറാണ്, ജേർണലിസ്റ്റ് ആണെന്ന്. തബി, വെറുതെ അല്ല എന്ന് പറയുന്നുണ്ട് ചിപ്കലി. ഉസ്കി അലാവ കോയി ഓർ, പിന്നെ ഈ ചൂഹ കൂടാതെ വേറെ ആരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്.
नहीं और कोई भी नहीं है, चिड़िया भी आती है वैसे दिन में लेकिन शाम को चली जाती है. പിന്നെ വേറെ ആരും ഇല്ല, പിന്നെ കുറച്ച് പക്ഷികൾ വരും, അവര് രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോകുന്ന മക്കടി പറയാണ്. एक गिलहरी है वो बाहर रहती है, अंदर रहने वाले केवल हम ही है. പിന്നെ ഒരു ഗിൽഹരി എന്ന് വെച്ചാൽ ഒരു അണ്ണാനുണ്ട്, പക്ഷെ ഈ അണ്ണാൻ എപ്പോഴും പുറത്താണ് താമസിക്കുന്നത്, വീടിന്റെ അകത്തൊക്കെ നമ്മൾ തന്നെയാണ് താമസിക്കുക എന്നുള്ളത്. और श्रीमान फरहाद, അപ്പൊ ചോദിക്കുകയാണ് അപ്പൊ ശ്രീമാൻ ഫർഹാദോ? छिपकली ने ततैया और मकड़ी दोनों की ओर देखते हुए पूछा. അപ്പൊ തത്തയ്യയുടെ വീട്ടിലിരുന്നിട്ടാണ് സംസാരമൊക്കെ. അങ്ങനെ തത്തയ്യയുടെ അവിടെ ഇരുന്നിട്ട് ചിപ്കലി എന്താണ് തത്തയ്യനെ മക്കടീനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ശ്രീമാൻ ഫർഹാദ് അപ്പൊ എവിടെയാണ്? क्या तुम उनकी बात कर रहे हो जो शरीर पर से एक तरह के कपड़े उतार कर दूसरी तरह के कपड़े पहनते रहते हैं? എന്നിട്ട് അവര് ചോദിക്കുകയാണ്, നീ സംസാരിക്കുന്നത് ആ വ്യക്തിയെ കുറിച്ചിട്ടാണോ? जो शरीर पर से एक तरह के कपड़े उतार कर दूसरी तरह के कपड़े पहनते रहते हैं. ആ വ്യക്തി എപ്പോഴും ശരീരത്തിൽ നിന്ന് ഒരു തരം ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു തരം ക്ലോത്ത് ഊരി മാറ്റിയിട്ട് വേറെ തരം ക്ലോത്ത് ഇട്ടുകൊണ്ടിരിക്കും, എപ്പോഴും ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും, ആ വ്യക്തിനെ കുറിച്ചാണോ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. पर वो तो केवल रात में रहने के लिए यहाँ आते हैं. അപ്പോ അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം രാത്രി മാത്രമാണ് ഇവിടെ താമസിക്കാനായിട്ട് വരുന്നത്. उसमें भी ज्यादातर समय सोए रहते हैं, അതിലും കൂടുതൽ സമയവും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. थोड़ी देर के लिए जागते हैं तो किताब उठाकर पढ़ने लग जाते हैं. കുറച്ച് സമയത്തേക്ക് ജാഗ്തേ എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കിതാബ് ഉഠാക്കർ ബുക്ക് എടുത്തിട്ട് അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. സച്ച് പൂച്ചോ തോ വോ ബഹുത് തോടി സി ജഗ ലേത്തെ ഹെ ഇസ് മക്കാൻ മേ. എന്നിട്ട് പറയാണ്, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു ബിൽഡിംഗ്, മക്കാൻ എന്ന് വെച്ചാൽ ഈ ഒരു ബിൽഡിങ്ങിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഹമാരി തര ദീവാറോ ഖിഡ്കിയോ യാ ഛത് സെ ഉൻകാ ഖാസ് ലേന ദേന നഹി ഹെ. നമ്മളെപ്പോലെ ഈ വീടിന്റെ ദീവാറെന്ന് വെച്ചാൽ ചുമരുകള്, ഖിഡ്ക്കി ജനലുകള്, അല്ലെങ്കിൽ ഛത്ത് എന്ന് വെച്ചാൽ റൂഫ്, വീടിന്റെ റൂഫില്, അതിലൊന്നും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ബിസിനസ് ഒന്നുമില്ല, അദ്ദേഹം അതൊന്നും നോക്കുകയും ശ്രദ്ധിക്കുകയൊന്നും ചെയ്യില്ല. തത്തയ്യാനെ കഹ. അപ്പൊ ഇതൊക്കെ ആരാണ് പറഞ്ഞത്? ഈ കടന്നലാണ് പറഞ്ഞത്. ഖാസ് ക്യാ ഉൻകാ തോ കുച്ച് ഭി ലേന ദേന നഹി ഹെ, മക്കടി കോ ബഹുത് കം സമയ മേ ഹി യഹ് ബാത് സമജ് ആ ഗയി थी इसलिए जोर देकर बोली. എന്നിട്ട് പറയാണ്, പ്രത്യേകിച്ച് അദ്ദേഹം ഈ ചുമരും കാര്യങ്ങളും ഒന്നും നോക്കില്ല എന്നല്ല, ഒന്നും ചെയ്യില്ല എന്ന്. അപ്പൊ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ മക്കടിക്ക് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്. ആളുടെ കാര്യം നോക്കുന്നു എന്നല്ലാതെ ഈ വീടും ചുറ്റുപാടും സംബന്ധിച്ച് ഒന്നും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് ഈ മക്കടിയും തത്തയ്യയും ചിപ്കലിയോട് പറയുന്നത്. चाय के बाद अपने अपने ठिकानों की ओर रुख करने से पहले मकड़ी, छिपकली और ततैया ने एक दूसरे को अपने अपने पते बताए. അങ്ങനെ ചായക്ക് കുടിച്ചതിന് ശേഷം അപ്നെ അപ്നെ ഠിക്കാനോ കി ഓർ, നമ്മൾ താമസിക്കുന്ന, അതായത് ഇവരൊക്കെ മൂന്ന് തരത്തിലല്ലേ ജീവിക്കുക, അപ്പം ഇവരൊക്കെ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളുടെ ഡിറക്ഷനിൽ റുഖ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിറക്ഷനിൽ നോക്കിയിട്ട് ആ ഒരു ദിശയിലേക്ക് തിരിഞ്ഞതിന് ശേഷം പെഹലെ മക്കടി, ആദ്യം ചിലന്തി, പിന്നെ ചിപ്കലി ഓർ തത്തയ്യാനെ, പിന്നെ ചിപ്കലി പിന്നെ തത്തയ്യ, അവരെന്ത് ചെയ്തു? ഏക് ദൂസരേക്കോ അപ്നെ അപ്നെ പത്തേ ബത്തായെ, അവർ തമ്മിൽ എന്ത് ചെയ്യാണ്? മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പത്താന്ന് വെച്ചാൽ അഡ്രസ് ഷെയർ ചെയ്യാണ്. देर रात श्रीमान फरहाद आए, उन्होंने 2 कमरे, किचन और बरामदे वाले अपने नए मकान में ഹർ ജഗ കി ലൈറ്റ് ജലായി. എന്നിട്ട് രാത്രി ശ്രീമാൻ ഫർഹാദ് വന്നു, അദ്ദേഹം എന്ത് ചെയ്തു? 2 റൂം, ഒരു കിച്ചൺ, അതുപോലെ തന്നെ വരാന്ത, ഇതെല്ലാം ഉള്ള ഈ വീട്ടിലെ പല സ്ഥലത്തായിട്ടുള്ള ലൈറ്റുകളൊക്കെ ഓണാക്കിയിട്ടു. ഖാന ബനാക്കർ ഖായ, എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. പാനി പിയ, മച്ചർദാനി ലഗായി ഓർ ലൈറ്റെ ബുജാക്കർ സോഗയെ. അങ്ങനെ വെള്ളം കുടിച്ചിട്ട് മച്ചർദാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകുവല ഇട്ടിട്ട് ഈ ലൈറ്റൊക്കെ ബുജാക്കർ ഓഫ് ആക്കിയിട്ട് ഉറങ്ങി. സോത്തി ही उन्हें सपने आना शुरू हो जाता है. അപ്പോൾ ഉറങ്ങി വരുമ്പോൾ തന്നെ ഈ ശ്രീമാൻ ഫർഹാദ് സ്വപ്നം കാണാനായിട്ട് തുടങ്ങും. उनके सपने में चल रहा था कि बुखारी में रखी पुरानी मटकी के पास छिपकली ने अंडे दिए हैं. ആദ്യമായിട്ട് സ്വപ്നത്തിൽ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബുഖാരി മേ റഖി, അതായത് അടുപ്പിന്റെ മുകളിലായിട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അടുത്തായിട്ട് വെച്ചിട്ടുള്ള പുറാനി മട്കി, ഒരു പഴയ ഒരു മൺകലം അല്ലെങ്കിൽ മൺകുടം, കെ പാസ്, അതിന്റെ അടുത്തായിട്ട് ചിപ്കലിനെ അണ്ടേ ദിയേ ഹെ, എന്താണ്? പല്ലി മുട്ട ഇട്ടിട്ടുണ്ട്. അണ്ടേന്ന് വെച്ചാൽ എന്താണ്? മുട്ട.
कमरों के पीछे गैलरी के कोने में मकड़ी ने बहुत बड़ा जाला तैयार कर लिया है. അടുത്തതായിട്ട് കാണുന്നത് കമറോ കെ പീച്ചെ റൂമുകളുടെ പിന്നിലായിട്ട് ഗാലറി കെ കോനെ മേ ഗാലറിയുടെ ഒരു മൂലയിലായിട്ട് ഒരു കോർണറിലായിട്ട് മക്കടി നെ ബഹുത് ബഡാ ജാല തയ്യാർ കർ ലിയാ ഹെ. എന്താണ് ആ ചിലന്തി ഒരു വലിയ വല ഉണ്ടാക്കിയിട്ടുണ്ട്. ജാല എന്ന് വെച്ച് കഴിഞ്ഞാല് വല. ജിസ്മേ കുച്ച് മഖിയാ സുഖായി ഹുയി ഹെ. അതില് കുറച്ച് ഈച്ചകൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. ഫർഹാദ് ഉസ് ജാലി കാ ഫോട്ടോ ക്ലിക്ക് കർ രഹേ ഹെ. ഫർഹാദ് ആ ചിലന്തി വലയിൽ ഇങ്ങനെ മഖി അതായത് ഈച്ച ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ദൃശ്യം ഉണ്ടല്ലോ അതിന്റെ ഫോട്ടോ എടുക്കുകയാണ്. വേ ബഹുത് ഖുഷ് ഹൈ കി നയേ ഘർ മേ ഉൻകാ പരിവാർ ബഡ് രഹാ ഹൈ ഓർ സബി ഖുഷ് ഹൈ. അപ്പം ഫർഹാദ് എന്തുകൊണ്ടാണ് ഇത്രയും സന്തുഷ്ടനായിട്ടുള്ളത് എന്നറിയോ? ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ വെച്ചാല് നയേ ഘർ മേ പുതിയ വീട്ടില് ഉൻകാ പരിവാർ ബഡ് രഹാ ഹൈ അദ്ദേഹത്തിന്റെ ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓർ സബി ഖുഷ് ഹൈ പിന്നെ എല്ലാരും സന്തുഷ്ടരുമാണ്. വേ സപ്നെ ദേഖ്തേ ദേഖ്തേ ഹി ജാഗ് ജാത്തെ ഹെ. അങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഫർഹാദ് എഴുന്നേക്കാണ്. സുബ ജാഗെ പലങ് കെ നീച്ചെ റക്കി ചപ്പലോ മേ പേർ ദിയെ തോ ഉൻഹെ ഗുദ്ഗുദി ഹുയി. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. സുബ രാവിലെ ജാഗെ എഴുന്നേറ്റു. പലങ് കെ നീച്ചെ റക്കി ചപ്പലോ മേ പേർ ദിയെ അതായത് പലങ്കെന്ന് വെച്ചാൽ കട്ടില്. ആ കട്ടിലിന്റെ താഴെ വെച്ചിട്ടുള്ള ചെരുപ്പില് കാല് വെച്ചപ്പോൾ പേർ ദിയെ തോ ഉൻഹെ ഗുദ്ഗുദി ഹുയി. ഗുദ്ഗുദി എന്ന് വെച്ചാല് അദ്ദേഹത്തിന് ഇങ്ങനെ ഇക്ലിയാക്കുന്ന ആരോ താഴെന്ന് ഇക്ലിയാക്കുന്ന പോലത്തെ ഫീൽ വന്നു. ഉനോനെ ദേഖാ കി തീൻ നന്നി മേണ്ടക്കിയാ ചപ്പൽ पर एक दूसरे से सटी बैठी है. അപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോ എന്താ കണ്ടതെന്ന് വെച്ചാൽ തീൻ നന്നി മേണ്ടക്കിയാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ തവള കുഞ്ഞുങ്ങള് 3 ചെറിയ തവള കുഞ്ഞുങ്ങള് ചപ്പൽ पर एक दूसरे से सटी बैठी है. ഈ ചെരുപ്പിന്റെ മുകളിലായിട്ട് പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ അത്രയും അടുത്തായിട്ട് ഇരിക്കുകയാണ്. സട്ടി എന്ന് വെച്ചാൽ അടുത്തടുത്ത്. ഓക്കെ. ഉനോനെ ചപ്പൽ കോ അഹിസ്തെ സെ ഉഠായ. അങ്ങനെ ഈ ചെരുപ്പ് അഹിസ്തെ സെ എന്ന് വെച്ച് കഴിഞ്ഞാല് പതുക്കെ. ആഹിസ്ത എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ ധീരെ ധീരെ എന്ന് പറയില്ലേ, അതന്നെയാണ് ആഹിസ്തയുടെ അർത്ഥം. തീനോ മേണ്ടക്കിയോ കോ ദൂസരെ ഹാത്ത് കി ഹത്തേലി പർ ലേ ലിയ. അങ്ങനെ ചെരുപ്പ് ഒരു കയ്യിലെടുത്തു. എന്നിട്ട് ഈ 3 തവളക്കുട്ടികളെയും എന്ത് ചെയ്തു? തന്റെ മറ്റേ കൈവെള്ളയിൽ എടുത്തു. ഹത്തേലി എന്ന് പറഞ്ഞാൽ കൈവെള്ള. ओके. उनकी हथेली पर वे किसी 3 पंखुड़ियों वाले हरे फूल की तरह लग रही थी. അപ്പൊ ഈ ഫർഹാദ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യില് ഹത്തേലിയില് ഈ 3 തവള കുഞ്ഞുങ്ങളെ കാണുമ്പോഴും 3 പങ്കുടിയ അതായത് 3 ഇതളുകളുള്ള ഹരേ ഫൂൽ ഒരു പച്ച കളറിലുള്ള പൂ പോലെയാണ് തോന്നുന്നുണ്ടായിരുന്നത്. വേ കുച്ച് ദേർ ഉനെ ഹത്തേലി പർ ലിയേ ലിയേ ബാഹർ ഹവാ മേ ടഹൽനെ ലഗെ. കുറച്ച് സമയം കയ്യിൽ തന്നെ ഈ 3 തവള കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് കുറച്ചേരം ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി. ടെഹൽനെ ലഗെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ച് നടക്കുക. वे तब तक टहलते रहे जब तक कि वे तीनों एक एक कर कूद न गई. അപ്പോൾ ഏതുവരെ എത്ര സമയം നടന്നു എന്നറിയോ? ഓരോന്നായിട്ട് ഈ തവളക്കുട്ടികള് ഫർഹാദ് എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ചാടി പോകുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വ്യക്തി നടക്കുകയാണ്. जब वे घर में खेलने लगी वे आईने के सामने खड़े होकर मुस्कुराने लगे. ഈ തവളക്കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലേക്ക് നിലത്തേക്ക് ചാടിയല്ലോ. നിലത്തേക്ക് ചാടിയിട്ട് അവിടെ കളിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ വ്യക്തി ഈ ഫർഹാദ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? ആയിനയ്ക്ക് സാമനെ ഖടി ഹോക്കർ മുസ്കുറാനെ ലഗി. ആയിന എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാടി, മിററിന്റെ മുൻപിൽ ചെന്ന് നിന്നിട്ട് മുസ്കുറാനെ ലഗി, പുഞ്ചിരിക്കാനായിട്ട് തുടങ്ങി. തബി ഉനെ ആയിനെ മേ ചിപ്കലി ദിക്കി. ആ സമയത്താണ് കണ്ണാടിയില് ഫർഹാദ് എന്തിനെ കാണുന്നത്? ചിപ്കലിനെ കാണുന്നത്, പല്ലീനെ കാണുന്നത്. നയേ ഘർ മേ ഉൻ ദോനോ കി യ പഹലി മുലാഖാത്ത് ഥി. പുതിയ വീട്ടില് അവരുടെ 2 പേരുടെയും ആദ്യത്തെ മുലാഖാത്ത് എന്ന് വെച്ചാൽ മീറ്റിംഗ് ആയിരുന്നു, കണ്ടുമുട്ടലായിരുന്നു, അല്ലെങ്കിൽ കൂടിക്കാഴ്ചയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സ്റ്റോറി അവസാനിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ സ്റ്റോറിയുടെ റൈറ്ററിനെ കുറിച്ചിട്ടാണ്. ജസ്റ്റ് 1-2 ലൈൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പ്രഭാത് ജന്മ 10 ജൂലൈ 1972. പ്രഭാത് ജി ജനിച്ചത് 10 ജൂലൈ 1972 प्रभात का जन्म राजस्थान में हुआ. രാജസ്ഥാനിലാണ് ജനിച്ചത്. വേ കവി ഹോനെ കെ സാത്ത് സാത്ത് കഹാനികാർ ബി ഹെ. അദ്ദേഹം കവി എന്നതോടൊപ്പം ഒരു കഥാകൃത്ത് കൂടിയാണ്. കഹാനികാർ എന്ന് വെച്ചാൽ സ്റ്റോറി റൈറ്റർ, കഥാകൃത്ത്. പാനിയോ കി ഗാഡിയോ മേ ഝൂൽത്താ രഹ ജാത്താ രഹ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രചനകളാണ്. അപ്പോൾ അത്രയാണ് സ്റ്റോറിയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക. Thanks for watching the video.